നിങ്ങൾ ദിവസവും ഒരേ ഒരു സാധനം മാത്രം കഴിച്ചാൽ നിങ്ങളുടെ ശരീരവേദനയും വയറിലെയും ശരീരത്തിലെയും എല്ലാ രോഗങ്ങളും നിങ്ങളുടെ മനസ്സും ശരിയാവും. നിങ്ങൾ എല്ലാ ദിവസവും ഒരൊറ്റ സാധനം മാത്രം കഴിച്ചാൽ മതി. ഏതാണ് ആ സാധനമെന്ന് ഞങ്ങൾ ഇന്നൊരു ഗുരുവിൻ്റെ കഥയിലൂടെ അറിയാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് ഇത്രയധികം അസുഖങ്ങളും വന്നിരുന്നില്ല. നമ്മുടെ മുതിർന്നവർക്ക് 80 വയസ്സായാലും ഒരു രോഗവും ഉണ്ടാകാറില്ലായിരുന്നു. അപ്പോൾ അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്തായിരുന്നു? ഇന്ന് നോക്കൂ, എല്ലാവരും രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നു. ചെറിയ കുട്ടികൾക്ക് പോലും പലതരം അസുഖങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ കുട്ടികൾക്ക് പോലും അസുഖങ്ങൾ വരുന്നത്? ഇതിന്റെ പിന്നിലെ കാരണമെന്താണ്? ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കും 80 വയസ്സുവരെ ചെറുപ്പമായിരിക്കാൻ കഴിയും. നിങ്ങൾ വില കൂടിയ മരുന്നുകൾ കഴിക്കേണ്ടി വരില്ല, ആശുപത്രികളിൽ പോകേണ്ടി വരില്ല. വീട്ടിലിരുന്ന് തന്നെ തികച്ചും ആരോഗ്യവാനും ചെറുപ്പവും രോഗമില്ലാത്തവനുമായി തുടരാൻ കഴിയും. രോഗങ്ങൾക്കുള്ള ചികിത്സ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ലഭ്യമാണ്. നിങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ട ആവശ്യവുമില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകും? കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് 5 അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രകൃതി മാതാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതും ഭൂമിയിലെ ഒരു വരദാനമായതും നമ്മുടെ ആരോഗ്യത്തിന് ഒരു സഞ്ജീവനി പോലെ പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ. കൂട്ടുകാരെ, ഈ കഥ മുഴുവനായും കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം അപൂർണമായ വിവരങ്ങൾ നമുക്ക് അപകടകരമായേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക. ഇത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. ഒരു കാലത്ത് ആയുർവേദത്തിൽ വലിയ അറിവുള്ള ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുകയായിരുന്നു. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ശിഷ്യൻ: ഗുരുദേവ, ഇന്ന് നോക്കിയാൽ എല്ലാവരും രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകയാണ്. കാലാവസ്ഥയിൽ ചെറിയ മാറ്റം വന്നാൽ പോലും ഏകദേശം 80% ആളുകൾക്ക് അസുഖം വരുന്നു. എന്നാൽ പണ്ട് നമ്മുടെ മുത്തശ്ശന്മാർക്ക് എത്ര തണുപ്പായാലും ചൂടായാലും മഴയായാലും എല്ലാ സാഹചര്യങ്ങളിലും അവർ ആരോഗ്യത്തോടെയിരുന്നു. അവർക്ക് ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് എല്ലാവരും രോഗബാധിതരാണ്. അപ്പോൾ ഗുരുദേവ, ഈ രോഗങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഞങ്ങൾ ഒരിക്കലും രോഗികളാകാതിരിക്കാൻ ഒരു വഴി പറഞ്ഞു തരണം. രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വഴികൾ സ്വീകരിച്ച് പൂർണ്ണമായും ആരോഗ്യവാന്മാരാകാൻ സാധിക്കണം. പാവപ്പെട്ടവർക്ക് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകാൻ പണമില്ലാത്തതിനാൽ അവർ മരണപ്പെടുന്നു. അതുകൊണ്ട് ദയവായി നമുക്കെല്ലാവർക്കും ചെറുപ്പമായിരിക്കാനും ദീർഘകാലം രോഗമില്ലാതെ ജീവിക്കാനും കഴിയുന്ന ഒരു ലളിതമായ വഴി പറഞ്ഞു തരണം. ശിഷ്യന്റെ വാക്കുകൾ കേട്ട് ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: മകനെ, നീ വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 5 പ്രകൃതിദത്തമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ഇത് ഭൂമിയിലെ ഒരു വരദാനമാണ്. ഇത് നമുക്ക് 20 മുതൽ 30 വരെ രൂപയ്ക്ക് ലഭിക്കും. ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ഇവ ഉപയോഗിച്ച് നിങ്ങൾ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കും. നിങ്ങൾക്കൊരിക്കലും ഒരു രോഗവും വരില്ല. അകത്തുനിന്ന് ശുദ്ധമായ ശരീരത്തിൽ ഒരിക്കലും ഒരു രോഗവും ഉണ്ടാകില്ല. നിങ്ങൾ കുളിച്ച് ശരീരം പുറത്തുനിന്ന് വൃത്തിയാക്കുന്നു. എന്നാൽ ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടി അഴുക്ക് വൃത്തിയാക്കുന്നില്ല. ഈ അഴുക്കാണ് രോഗങ്ങൾക്ക് കാരണമാകുന്നത്. നമ്മൾ ശരീരത്തിനുള്ളിലെ അഴുക്ക് വൃത്തിയാക്കുകയാണെങ്കിൽ ഒരു രോഗവും ഉണ്ടാകില്ല. നിങ്ങൾ എല്ലായ്പ്പോഴും ചെറുപ്പമായും ഊർജ്ജസ്വലനായും ഇരിക്കും. ശരീരത്തിൽ അഴുക്കടിഞ്ഞുകൂടുന്നത് എങ്ങനെ? ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അഴുക്ക് പുറത്തു കളയുന്നതിന് മുമ്പ് ഈ അഴുക്ക് എങ്ങനെയാണ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വായിലൂടെ വയറ്റിലെത്തുന്നു. വയറ്റിൽ ദഹിച്ച ശേഷം അത് ചെറുകുടലിലേക്കും തുടർന്ന് വൻകുടലിലേക്കും പോയി ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. എന്നാൽ നമ്മുടെ വയറ്റിലെത്തുന്ന ഭക്ഷണം വ്യത്യസ്ത സമയങ്ങളിലാണ് ദഹിക്കുന്നത്. ധാന്യം ദഹിക്കാൻ 18 മുതൽ 20 മണിക്കൂർ വരെ എടുക്കും. പച്ചക്കറികൾ ദഹിക്കാൻ 6 മുതൽ 7 മണിക്കൂർ വരെ എടുക്കും. പഴങ്ങൾ ദഹിക്കാൻ ഏകദേശം 3 മണിക്കൂർ വരെ എടുക്കും. ഇങ്ങനെ പഴങ്ങളും പച്ചക്കറികളും ഒരു ദിവസത്തിനുള്ളിൽ ദഹിച്ചു പോകുന്നു. എന്നാൽ ധാന്യം ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു. നമ്മൾ 2-3 തവണ ധാന്യം കഴിക്കുമ്പോൾ മുമ്പ് കഴിച്ച ധാന്യം ദഹിക്കുന്നതിന് മുമ്പേ രണ്ടാമത്തെ ധാന്യം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് കാരണം ആ ധാന്യം ദഹിക്കുന്നതിനു പകരം അഴുകാൻ തുടങ്ങുന്നു. ഭക്ഷണം അഴുകുന്നിടത്ത് കീടാണുക്കൾ ഉണ്ടാകുന്നു, ഗ്യാസ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം അകത്തുനിന്ന് വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൽ 3 സ്ഥലങ്ങളിലാണ് അഴുക്കുണ്ടാകുന്നത്. 1 ആഹാരനാളിയിൽ, 2 വയറ്റിൽ, 3 കുടലുകളിൽ. ഈ 3 സ്ഥലങ്ങളിലും അഴുക്ക് കൂടുതൽ സമയം അടിഞ്ഞുകൂടി കിടന്നാൽ അത് മുഴുവൻ ശരീരത്തിലും പടരുകയും രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ അഴുക്ക് നമ്മുടെ കുടലുകളിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് നമ്മുടെ മുഴുവൻ രക്തത്തെയും മലിനമാക്കുന്നു.
കാരണം നമ്മുടെ കുടലുകൾ ഭക്ഷണം വലിച്ചെടുത്ത് രക്തത്തിലേക്ക് പോഷകങ്ങളും ഊർജവും അയക്കുന്നു. എന്നാൽ നമ്മുടെ കുടലുകൾ വൃത്തികേടായാൽ അത് രക്തത്തെയും മലിനമാക്കും. ഈ മലിനമായ രക്തം പിന്നെ നമ്മുടെ ശരീരം മുഴുവൻ പരക്കും. ഇത് കാരണം നമുക്ക് ചർമ്മരോഗങ്ങൾ, മുഖക്കുരു, അൾസർ, ക്ഷയം, ക്യാൻസർ, മലബന്ധം തുടങ്ങിയ ഭയങ്കര രോഗങ്ങൾ വരാം. അതുകൊണ്ടാണ് ഈ അഴുക്ക് വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. ഗുരു ഉപദേശിച്ച 5 അത്ഭുത വസ്തുക്കൾ. മക്കളെ, ഞാൻ നിങ്ങൾക്കിന്ന് 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ഇവ നിങ്ങളുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരിക്കലും അഴുക്കടിഞ്ഞുകൂടില്ല. നിങ്ങൾ ഒരിക്കലും രോഗിയാകില്ല. ദീർഘകാലം ചെറുപ്പമായി തുടരും. 1. ആര്യവേപ്പിന്റെ ഇലകൾ അല്ലെങ്കിൽ നീം ലീവ്സ്. ആയുർവേദത്തിൽ ആര്യവേപ്പിന്റെ ഇലകളെ സർവ്വരോഗ നിവാരണി എന്ന് പറയുന്നു. ഇത് എല്ലാ വേദനകൾക്കുമുള്ള മരുന്നാണ്. ആര്യവേപ്പിലകൾ നമ്മുടെ വീടിനു ചുറ്റും എളുപ്പത്തിൽ ലഭിക്കും. ഇതിനുവേണ്ടി നമ്മൾ പണം ചിലവഴിക്കേണ്ടതില്ല. വേപ്പിലകൾ ശാരീരികമായി മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും തലച്ചോറിനെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. വേപ്പിൽ കീടാണുക്കളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഗുണങ്ങളുണ്ട്. ശരീരത്തിനുള്ളിലുണ്ടാകുന്ന കീടാണുക്കളെ ഇത് നശിപ്പിക്കുന്നു. ദിവസവും രാവിലെ 2 വേപ്പിലകൾ കഴിക്കുന്നത് നിങ്ങളുടെ ചർമ്മത്തിന് നല്ലതാണ്. രാവിലെ വെറും വയറ്റിൽ 2 വേപ്പിലകൾ ചവയ്ക്കുന്നത് അൾസർ, മലബന്ധം തുടങ്ങിയ രോഗങ്ങളെ അകറ്റും. വയറ്റിലെ ചൂട് കാരണം വായിലുണ്ടാകുന്ന അൾസറിന് വേപ്പില കഴിക്കുന്നത് ആശ്വാസം നൽകും. വേപ്പിലകൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. രാവിലെ വെറും വയറ്റിൽ വേപ്പിലയിട്ട വെള്ളം കുടിക്കുന്നത് രക്തത്തിൽ അടിഞ്ഞുകൂടിയ അഴുക്ക് പുറത്തു കളയുന്നു. മുഖത്തെ മുഖക്കുരു കുറയാൻ തുടങ്ങും. വേപ്പിലയിട്ട വെള്ളം ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. വയറ്റിലെ വിരകളെയും മറ്റു ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നു. വയറ്റിലെ അണുബാധ ഒഴിവാകുന്നു. വേപ്പിലയിട്ട വെള്ളം നമ്മുടെ കുടലുകളിൽ അടിഞ്ഞുകൂടിയ അഴുക്കിനെ പുറത്തു കളഞ്ഞ് വൃത്തിയാക്കുന്നു. പ്രമേഹ രോഗികൾക്ക് വേപ്പിലയിട്ട വെള്ളം ഒരു രാമബാണം പോലെയാണ്. കാരണം ഇത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്നു. വേപ്പിലയിട്ട വെള്ളം കുടിക്കുന്നത് പനി, മലേറിയ, ഡെങ്കി, ക്യാൻസർ പോലുള്ള രോഗങ്ങളെ അടുപ്പിക്കില്ല. വേപ്പിലയിട്ട വെള്ളം നിങ്ങളുടെ ചർമ്മത്തിന് വളരെ പ്രധാനമാണ്. ഇത് ചർമ്മത്തെ ചെറുപ്പമായി നിലനിർത്തുന്നു, മുഖത്ത് തിളക്കം നൽകുന്നു. വേപ്പില അരച്ചത് മുഖത്ത് പുരട്ടുന്നത് മുഖത്തെ എല്ലാ പാടുകളും ഇല്ലാതാക്കും. വേപ്പിലയിട്ട വെള്ളം എങ്ങനെയുണ്ടാക്കാം? 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ വേപ്പിലകൾ ഇടുക. വെള്ളം പച്ച നിറമാവുകയും പകുതിയായി കുറയുകയും ചെയ്യുമ്പോൾ അത് അരിച്ചെടുക്കുക. കുടിക്കാൻ കയ്പുണ്ടാവാം, അപ്പോൾ നിങ്ങൾക്ക് തേൻ ചേർക്കാം. പ്രമേഹ രോഗികൾ തേൻ ചേർക്കരുത്. 2. നെല്ലിക്ക. ആയുർവേദത്തിൽ പറയുന്നു 100 പഴങ്ങൾ ഒരു ഭാഗത്തും നെല്ലിക്ക ഒരു ഭാഗത്തും. ഇത് 80% രോഗങ്ങളെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരൊറ്റ മൂലിയാണ്. ഇത് മാത്രം ഉപയോഗിക്കുന്നത് തല മുതൽ കാലുവരെ എല്ലാത്തിനെയും ചെറുപ്പമാക്കും. രാവിലെ വെറും വയറ്റിൽ ഒരു നെല്ലിക്ക കഴിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും രോഗം വരാതിരിക്കാൻ സഹായിക്കും. നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. നിങ്ങൾ പ്രായമായാലും നിങ്ങളുടെ ഉള്ളിൽ ഊർജം നിലനിൽക്കും. നെല്ലിക്ക നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. വർഷത്തിൽ 3-4 മാസം നെല്ലിക്ക ലഭ്യമാകും. ആ സമയത്ത് എല്ലാ മാസവും ദിവസവും നെല്ലിക്ക കഴിക്കുക. ഇത് കഴിക്കുന്നത് നിങ്ങളുടെ ക്ഷീണം കുറയ്ക്കും, ബലഹീനത ഇല്ലാതാകും, ചർമ്മത്തിലെ അലർജികൾ ഇല്ലാതാകും, ചർമ്മത്തിന് തിളക്കം വരും. നിങ്ങൾ പെട്ടെന്ന് പ്രായമായതായി തോന്നില്ല, ദീർഘകാലം ചെറുപ്പമായി തുടരും. നിങ്ങളുടെ കരൾ വ്യവസ്ഥയും കിഡ്നിയും ശരിയായി പ്രവർത്തിക്കും. നിങ്ങളുടെ ദഹന വ്യവസ്ഥ ശക്തിപ്പെടും. വയറ്റിൽ അടിഞ്ഞുകൂടിയ അഴുക്ക് പൂർണ്ണമായും വൃത്തിയാകും. വയർ നല്ലതുപോലെ ശുദ്ധിയാകും. കണ്ണിന്റെ കാഴ്ചയ്ക്ക് നെല്ലിക്ക ഒരു വരദാനമാണ്. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന തിമിരത്തിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കൊരിക്കലും ഉണ്ടാകില്ല. നെല്ലിക്ക നിങ്ങളുടെ വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളെയും സമതുലപ്പെടുത്തുന്നു. ഈ ദോഷങ്ങൾ മാറിയാൽ ശരീരം രോഗബാധിതമാകും. നെല്ലിക്കയുടെ ഉപയോഗം ജലദോഷം, ചുമ, ക്യാൻസർ തുടങ്ങിയ ഭയങ്കര രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. 3. മഞ്ഞൾ. ആയുർവേദത്തിൽ പറയുന്നു, ഒരു മഞ്ഞൾ ലക്ഷക്കണക്കിന് രോഗങ്ങൾക്കുള്ള മരുന്നാണ്. ദിവസവും 1 ഗ്ലാസ് ചൂടുവെള്ളം ചൂടാക്കി അതിൽ 1/2 സ്പൂൺ മഞ്ഞൾ കലർത്തി പതിയെ പതിയെ കുടിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, മഞ്ഞൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ശുദ്ധമായ മഞ്ഞളായിരിക്കണം. ഈ മഞ്ഞൾ വെള്ളം നിങ്ങളെ ആയിരക്കണക്കിന് രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കും. ആൺകുട്ടികൾക്ക് ഇത് വളരെ ഗുണകരമാണ്. കാരണം ഇത് വീര്യം കട്ടിയാക്കുകയും അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മഞ്ഞൾ വെള്ളം നമ്മുടെ കുടലിനും നടുവേദനയ്ക്കും വളരെ പ്രയോജനകരമാണ്. മഞ്ഞൾ വെള്ളം നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നു. ഹൃദയത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നു. രക്തധമനികളിൽ രക്തം കട്ടപിടിക്കുന്നത് കാരണം ഹൃദയം ശരിയായി പ്രവർത്തിക്കാത്തതിന് ഡോക്ടർമാർ മരുന്നുകൾ നൽകുന്നു. ഈ മഞ്ഞൾ വെള്ളം നിങ്ങളുടെ രക്തത്തെ നേർപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും. ദിവസവും രാവിലെ മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ മുഖത്ത് തിളക്കം നൽകും. മുഖത്തെ ചുളിവുകൾ, മുഖക്കുരു, മുഖവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും. മഞ്ഞൾ വെള്ളം നിങ്ങളുടെ കിഡ്നികളെയും കരളിനെയും ശക്തിപ്പെടുത്തുന്നു.
കരളിൽ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. ഇത് കാരണം ഭക്ഷണം നന്നായി ദഹിക്കുന്നു. ഭക്ഷണം ശരിയായി ദഹിക്കുമ്പോൾ വയറുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും ഇല്ലാതാകുന്നു. മലബന്ധം, നെഞ്ചരിച്ചിൽ, തലവേദന, മൈഗ്രെയിൻ, മടി തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്തുപോലും വരില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഋഷിമാർ മഞ്ഞളിന്റെ പ്രാധാന്യം മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമ്മുടെ അടുക്കളയിലും ഭക്ഷണത്തിലും മഞ്ഞൾ ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിച്ചത്. മഞ്ഞൾ ക്യാൻസർ പോലുള്ള ഭയങ്കര രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ സന്ധിവാതം ശരിയാക്കുന്നു, സന്ധികളിലെ വേദന കുറയ്ക്കുന്നു, ക്ഷീണമകറ്റുന്നു, അമിതവണ്ണം കുറയ്ക്കുന്നു, ടെൻഷൻ, സമ്മർദ്ദം, ക്ഷീണം എന്നിവയിൽ നിന്ന് നമ്മെ അടറ്റി നിർത്തുന്നു. 4. കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേറ. കറ്റാർവാഴ നമുക്ക് എളുപ്പത്തിൽ ലഭിക്കും. പ്രമേഹ രോഗികൾക്ക് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാണ്. രാവിലെ വെറും വയറ്റിൽ 1-2 സ്പൂൺ കറ്റാർവാഴ നീര് കുടിക്കുന്നത് പ്രമേഹം ശരിയാക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗം അഴുകുകയോ കേടുവാകുകയോ ചെയ്താൽ ഡോക്ടർമാർ അത് മുറിച്ചു മാറ്റാൻ നിർദ്ദേശിക്കും. എന്നാൽ അതിനെപ്പോലും ശരിയാക്കാനുള്ള ശക്തി കറ്റാർവാഴ നീരിനുണ്ട്. നിങ്ങൾ ആ ഭാഗത്ത് കറ്റാർവാഴ ഇല പുരട്ടുകയോ മസാജ് ചെയ്യുകയോ അതിൻ്റെ നീര് കുടിക്കുകയോ ചെയ്താൽ ആ ഭാഗം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ശരിയാകും. നിങ്ങളുടെ ചെവിയിൽ വേദനയുണ്ടെങ്കിൽ കറ്റാർവാഴ നീരിൻ്റെ ഒരു തുള്ളി ചെവിയിൽ ഒഴിക്കുക. വേദന ശരിയാകും. കറ്റാർവാഴ നീര് കുടിക്കുന്നത് മുഖത്ത് തിളക്കം നൽകും. വിശപ്പില്ലാത്തവർക്ക് വിശപ്പുണ്ടാകാൻ തുടങ്ങും. മലബന്ധവും വയറുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും അകലും. രക്തക്കുറവ് പരിഹരിക്കുന്നു. ഇത് അമിതവണ്ണം കുറയ്ക്കുന്നു. സന്ധിവേദനയും നടുവേദനയും ശരിയാകുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ 3-4 സ്പൂൺ കറ്റാർവാഴ നീര് മാത്രമേ എടുക്കാവൂ. അതുപോലെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇത് കഴിക്കരുത്. ഇതിനുശേഷം ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, ഈ 5 വസ്തുക്കളും പ്രകൃതി മാതാവിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ലഭിക്കും. ഇതിൽ ചിലത് നമ്മുടെ വീട്ടിൽ നേരത്തെ തന്നെയുണ്ട്. ചിലതിന് 10-20 രൂപയോ ആവും. ഈ സാധനങ്ങൾ വളരെ കുറഞ്ഞ വിലയുള്ളതാണെങ്കിലും നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകളേക്കാൾ വിലമതിക്കുന്നതാണ്. നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഈ 10-20 രൂപയുടെ സാധനങ്ങൾക്ക് ചെയ്യാം. ഇവ പാലിച്ചവർക്ക് ഒരിക്കലും ഒരു രോഗവും വരില്ല. അവർ ദീർഘകാലം ചെറുപ്പമായി രോഗമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കും. ഭാരം കുറയ്ക്കുന്നതിനുള്ള 7 അത്ഭുത ഭക്ഷണങ്ങൾ. അപ്പോൾ പ്രേക്ഷകരെ, കുറഞ്ഞ സമയം കൊണ്ട് ഭാരം കുറച്ച് നമ്മുടെ ശരീരത്തെ എങ്ങനെ ആരോഗ്യത്തോടെ നിലനിർത്താമെന്ന വിഷയത്തിൽ അടുത്ത കഥ ആരംഭിക്കുന്നു. കൂട്ടുകാരെ, ഭാരം കുറയ്ക്കുന്നതിൽ നമ്മുടെ ഭക്ഷണത്തിന് 70% പങ്കുണ്ട്. വ്യായാമത്തിനും മറ്റു കാര്യങ്ങൾക്കും 30% പങ്കേ ഉള്ളൂ. അതിനാൽ നമ്മുടെ ഭാരം കുറയ്ക്കുന്നതിൽ ഭക്ഷണത്തിനാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് എന്ന കാര്യം തികച്ചും സത്യമാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 7 അത്ഭുതകരമായ ഭക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ ഭാരം വളരെ വേഗത്തിൽ കുറയ്ക്കും. അതോടൊപ്പം ചില നിയമങ്ങൾ പറഞ്ഞുതരാം. അവ സ്വീകരിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഭാരം കുറയ്ക്കാം. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ തന്റെ വർദ്ധിച്ച ഭാരം കാരണം വളരെ വിഷമിച്ചിരുന്നു. ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ എന്തു വില കൊടുക്കാനും അവൻ തയ്യാറായിരുന്നു. അവൻ ധാരാളം വഴികൾ പരീക്ഷിച്ചു. പക്ഷേ പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ആരോ അവനോട് പറഞ്ഞു, അടുത്ത പട്ടണത്തിൽ ആരോഗ്യപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പറഞ്ഞുകൊടുക്കുന്ന ഒരു ആയുർവേദ ഗുരു താമസിക്കുന്നുണ്ടെന്ന്. ഇത് കേട്ട് ആ ചെറുപ്പക്കാരൻ ഗുരുവിന്റെ അടുത്തേക്ക് പോയി തന്റെ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, മകനെ, നമ്മുടെ ഭാരം കുറയ്ക്കുന്നതിൽ നമ്മുടെ ഭക്ഷണത്തിന് 100% പങ്കുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് 7 അത്ഭുതകരമായ ഭക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ഇവ ഉപയോഗിച്ച് നിങ്ങൾക്ക് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എളുപ്പത്തിൽ ഭാരം കുറയ്ക്കാൻ കഴിയും. മകനെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിന്റെ പൂർണ്ണ ആരോഗ്യത്തിന് വളരെ പ്രയോജനം ചെയ്യും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലളിതമായി തോന്നാമെങ്കിലും അവ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയും നന്നായി മനസ്സിലാക്കുകയും ചെയ്യുക. 1. ചൂടുവെള്ളം. നിങ്ങൾ ഉപയോഗിക്കേണ്ട ആദ്യത്തെ കാര്യം ചൂടുവെള്ളമാണ്. മകനെ, ഇത് കേൾക്കാൻ വളരെ എളുപ്പമാണെങ്കിലും ചൂടുവെള്ളം കുടിക്കുന്നതിന്റെ ഗുണങ്ങൾ വിശ്വസിക്കാവുന്നതിലും അപ്പുറമാണ്. ഇതിന്റെ ഗുണങ്ങൾ കേട്ടാൽ നിങ്ങൾ ചൂടുവെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തും. ചൂടുവെള്ളം കുടിക്കുന്നത് ദഹനവ്യവസ്ഥ വളരെ നന്നായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ദഹനവ്യവസ്ഥ മികച്ചതാകുമ്പോൾ നിങ്ങളുടെ മെറ്റബോളിസം വളരെ മെച്ചപ്പെടുന്നു. നിങ്ങളുടെ മെറ്റബോളിസത്തിന് നിങ്ങളുടെ കലോറി കത്തിച്ചു കളയുന്നതുമായി നേരിട്ട് ബന്ധമുണ്ട്. അതായത് കലോറി കത്തുമ്പോൾ നിങ്ങളുടെ ഭാരം കുറയുന്നതാണ്. വെറും ചൂടുവെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ മെറ്റബോളിസം 30% വരെ മെച്ചപ്പെടുത്താൻ കഴിയും. ഇതുവഴി നിങ്ങൾക്ക് നന്നായി കലോറി കത്തിച്ചു കളയാൻ കഴിയും. ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാരം കുറയ്ക്കാൻ കഴിയും.
മകനെ, നിങ്ങൾക്ക് ഭാരം കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ചൂടുവെള്ളം കുടിക്കണം. ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങളുടെ വയറ്റിലേക്ക് കുടിക്കേണ്ട ആദ്യത്തെ കാര്യം ചൂടുവെള്ളമാണ്. രാവിലെ ചൂടുവെള്ളത്തിൽ അല്പം നാരങ്ങയും തേനും ചേർക്കാം. ഇത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വെറും ചൂടുവെള്ളം കുടിച്ചാലും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കും. 2. ഇഞ്ചിവെള്ളം. സാധാരണ ചൂടുവെള്ളം തന്നെ നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ കഴിയുമെങ്കിൽ ഇഞ്ചിവെള്ളം ഈ കാര്യത്തിൽ കൂടുതൽ ശക്തമാണ്. ഇഞ്ചിവെള്ളവും ഭാരം കുറയ്ക്കുന്നതിൽ നിങ്ങളെ വളരെയധികം സഹായിക്കും. ഇഞ്ചിയിൽ ജിഞ്ചറോൾ എന്ന ഒരു ഗുണമുണ്ട്. ഇത് നിങ്ങളുടെ മെറ്റബോളിസത്തെ മെച്ചപ്പെടുത്തുന്നു, ഒപ്പം ദഹന പ്രക്രിയയെയും മെച്ചപ്പെടുത്തുന്നു. ഇഞ്ചിവെള്ളം നിങ്ങളുടെ വയറിലെ വീക്കം കുറയ്ക്കുന്നു. ഭക്ഷണം കഴിച്ച ശേഷം വയറ് വീർത്തതായി തോന്നുന്നുണ്ടെങ്കിൽ ഇഞ്ചിവെള്ളം അത് കുറയ്ക്കും. ഇഞ്ചിവെള്ളം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചതച്ച് അതിലിടുക. അതിനുശേഷം വെള്ളം നന്നായി ചൂടാക്കി തിളപ്പിക്കുക. നന്നായി തിളച്ച ശേഷം ഈ വെള്ളം അരിച്ചെടുക്കുക. ചെറുതായി തണുത്ത ശേഷം ഈ വെള്ളം കുടിക്കുക. നിങ്ങൾക്കിത് ഭക്ഷണം കഴിച്ച് 10 മിനിറ്റിന് ശേഷം കുടിക്കാം. ഇത് നിങ്ങൾക്ക് ദിവസത്തിൽ 2 തവണ കുടിക്കാം. ഇങ്ങനെ ദിവസത്തിൽ 2 തവണ കുടിച്ചാൽ നിങ്ങളുടെ ഭാരം വളരെ വേഗത്തിൽ കുറയും. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരും. മകനെ, നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ഈ ഇഞ്ചിവെള്ളം ഉരുക്കിക്കളയുകയും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു കളയുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തും. നിങ്ങളുടെ ഭക്ഷണം നന്നായി ദഹിക്കുകയും നിങ്ങൾക്ക് വളരെ ലഘുവായി അനുഭവപ്പെടുകയും ചെയ്യും. 3. നെല്ലിക്ക ജ്യൂസ്. നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ നെല്ലിക്ക ജ്യൂസും വളരെ പ്രയോജനകരമാണ്. നെല്ലിക്കയിൽ വിറ്റമിൻ സി ഉണ്ട്. ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം ഇത് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പില്ലാതാക്കാൻ സഹായിക്കുന്നു. നമ്മുടെ പ്രായം കൊണ്ടോ അല്ലെങ്കിൽ മോശം ലൈഫ് സ്റ്റൈൽ കൊണ്ടോ ദുർബലമാകുന്ന മെറ്റബോളിസത്തെ ഇത് ശരിയാക്കുന്നു. നെല്ലിക്ക ജ്യൂസ് ഉപയോഗിച്ച് ഭാരം കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കുടിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെയാണ്. നിങ്ങൾക്ക് വൈകുന്നേരവും ഇത് കഴിക്കാം. നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ല കാര്യം ഇതിന്റെ ജ്യൂസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നതാണ്. ഒരു പുതിയ നെല്ലിക്ക എടുക്കുക, അത് ചെറുതായി അരിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക. ഇങ്ങനെ നിങ്ങളുടെ നെല്ലിക്ക ജ്യൂസ് തയ്യാറാകും. ഇത് നിങ്ങൾക്ക് കുടിക്കാം. 4. യവം ചേർത്ത വെള്ളം അല്ലെങ്കിൽ ബാർലി വാട്ടർ. നമ്മുടെ പൂർവികർ ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണിത്. ഇതൊരു സൂപ്പർ ഫുഡായി കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് നമുക്കറിയാം. യവത്തിൽ ഫൈബർ ധാരാളമുള്ളതിനാൽ ഇത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു. നമ്മുടെ ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തുന്നു. ഇത് നിങ്ങളുടെ വയർ വൃത്തിയാക്കുന്നു. നിങ്ങൾക്ക് വളരെ നേരം വിശപ്പ് അനുഭവപ്പെടില്ല. ഇത് ഭാരം കുറയ്ക്കുന്നതിൽ നിങ്ങളെ സഹായിക്കും. 5. ചുരയ്ക്ക ജ്യൂസ് അല്ലെങ്കിൽ ബോട്ടിൽ ഗോഡ് ജ്യൂസ്. ഭാരം കുറയ്ക്കാൻ നിങ്ങൾക്ക് ചുരയ്ക്ക ജ്യൂസും എടുക്കാം. ചുരയ്ക്ക ജ്യൂസ് വളരെ കുറഞ്ഞ കലോറിയുള്ള ജ്യൂസാണ്. ഇതിൽ ഫൈബർ വളരെ അധികമുള്ളതുകൊണ്ട് ഇത് ഭാരം കുറയ്ക്കുന്നതിന് വളരെ പ്രയോജനകരമാണ്. ചുരയ്ക്ക ജ്യൂസ് ഉണ്ടാക്കാൻ ഒരു ചുരയ്ക്ക എടുത്ത് നന്നായി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് മിക്സിയിൽ അരച്ചെടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ചുരയ്ക്ക ജ്യൂസ് ഉണ്ടാക്കാം. മകനെ, നിങ്ങൾ ചുരയ്ക്ക ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കരുത്. കാരണം ചുരയ്ക്കയിൽ ധാരാളം വെള്ളാംശമുള്ള ഗുണങ്ങളുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൊതുവായ ആരോഗ്യ ബോധവൽക്കരണത്തിനും അറിവ് പങ്കുവെക്കുന്നതിനും മാത്രമാണ്. ഇത് വൈദ്യ ഉപദേശമായി കാണരുത്. നിങ്ങൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ദയവായി ഒരു വിദഗ്ധനെ സമീപിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു അറിവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. പരക്കട്ടെ പ്രകാശം.